നമസ്കാരം, ജ്യോതിർഗമയ ചാനലിലേക്ക് സ്വാഗതം. കർക്കിടകം വരാറായി. കർക്കിടക കഞ്ഞിയും. ഇതിനു മുമ്പിലത്തെ വീഡിയോയിൽ കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകതയെപ്പറ്റിയും ഔഷധക്കഞ്ഞിയെപ്പറ്റിയും എന്താണ് ഔഷധക്കഞ്ഞി എന്നും എങ്ങനെയാണ് ഔഷധക്കഞ്ഞി ഉണ്ടാക്കേണ്ടത് എന്നും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രശസ്ത ആയുർവേദ ഡോക്ടർ എ രഘുനാഥൻ നമ്പീശൻ നമ്മളോട് സംസാരിക്കുകയുണ്ടായി. ആ വീഡിയോ കാണാത്തവർക്കായി ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുമുണ്ട്. ആ വീഡിയോയിൽ ഡോക്ടർ വിശദീകരിച്ച പോലെ ഇന്നത്തെ കാലത്ത് എല്ലാ പച്ചമരുന്നുകളുടെ ലഭ്യതയും അതുപോലെ തന്നെ ആ പച്ചമരുന്നുകൾ ഉപയോഗിച്ച് ഔഷധക്കഞ്ഞി ഉണ്ടാക്കുവാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടും കാരണം പലരും ഔഷധക്കഞ്ഞി തന്നെ വേണ്ട എന്ന് വയ്ക്കുന്ന ഒരു രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് പരിഹാരം എന്നോണം പല ആയുർവേദ കമ്പനിക്കാരും റെഡിമെയ്ഡ് ഔഷധക്കഞ്ഞിക്കൂട്ട് നിർമ്മിക്കുന്നുണ്ട്. തൃശ്ശൂർ ആസ്ഥാനമായിട്ടുള്ള മിഡാസ് എന്ന അംഗീകൃത ആയുർവേദ സ്ഥാപനം നിർമ്മിച്ചു നൽകുന്ന ഔഷധക്കഞ്ഞിക്കൂട്ട്, കർക്കിടക ഔഷധക്കഞ്ഞിക്കൂട്ട് വളരെ മികവുറ്റതും ഉപയോഗിക്കാൻ വളരെ എളുപ്പമുള്ളതുമാണ്. ഈ വീഡിയോ 2 സെഗ്മെന്റുകളായിട്ടാണുള്ളത്. ആദ്യത്തെ സെഗ്മെന്റിൽ എന്തൊക്കെയാണ് ഈ ഔഷധക്കഞ്ഞിക്കൂട്ടിൽ ഉള്ളത് എന്ന് വ്യക്തമാക്കുമ്പോൾ രണ്ടാമത്തേതിൽ പറയുന്നത് എങ്ങനെയാണ് ഈ ഔഷധക്കഞ്ഞിക്കൂട്ട് ഉപയോഗിച്ച് കർക്കിടകക്കഞ്ഞി അല്ലെങ്കിൽ ഔഷധക്കഞ്ഞി നമുക്ക് വീടുകളിൽ ഉണ്ടാക്കാൻ സാധിക്കുക എന്നതാണ്. ഈ വീഡിയോയുടെ അവസാനവും ഡിസ്ക്രിപ്ഷനിലും എവിടെ നിന്നാണ് നമുക്ക് ഈ ആയുർവേദ ഔഷധക്കഞ്ഞിക്കൂട്ട് ലഭിക്കുക, അല്ലെങ്കിൽ ഈ മിഡാസ് എന്ന് പറയുന്ന സ്ഥാപനം ഇറക്കുന്ന ആയുർവേദ കഞ്ഞിക്കൂട്ട് എവിടെ നിന്നാണ് ലഭിക്കുക എന്ന് വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. ഒരാൾക്കുള്ള ഔഷധക്കഞ്ഞി അല്ലെങ്കിൽ കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കുവാനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ള സാധനങ്ങൾ: നെയ്യ് ഒരു ടീസ്പൂൺ, ചെറിയ ഉള്ളി 4-5 എണ്ണം ചെറുതായി അരിഞ്ഞത്, അരി 3/4 ഗ്ലാസ് പൊടിയരിയാണ് എടുത്തിട്ടുള്ളത്, കടുക് 1 ടീസ്പൂൺ, അതുപോലെ തന്നെ ആവശ്യത്തിന് കറിവേപ്പില. പച്ചമരുന്നുകൾക്ക് പകരമായി നമ്മൾ തൃശ്ശൂരുള്ള മിഡാസ് എന്ന് പറയുന്ന ആയുർവേദ കമ്പനി പുറത്തിറക്കിയിട്ടുള്ള ഔഷധക്കഞ്ഞിക്കൂട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരാൾക്ക് 1 ടീസ്പൂൺ ഔഷധക്കഞ്ഞിക്കൂട്ടാണ് ഒരു ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ളത്. കഞ്ഞി ഉണ്ടാക്കുവാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് അടുപ്പത്തേക്ക് ഒരു പാത്രം വെച്ച് ആ പാത്രത്തിലേക്ക് വെള്ളം ഒഴിക്കുക. അപ്പോൾ എത്രയാണോ അരി നമ്മൾ എടുത്തിട്ടുള്ളത് അതിൻ്റെ 4 ഇരട്ടി വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത്. ഇവിടെ 3/4 ഗ്ലാസ് അരിയായിരുന്നു, നമ്മൾ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഈ കഞ്ഞി ഇവിടെ ഉണ്ടാക്കുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് പൊടിയരിയാണ്. ചെന്നലരിയോ ഞവരയരിയോ ഒക്കെ ഉപയോഗിക്കാം, പക്ഷേ നമ്മളിവിടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പൊടിയരിയാണ് നമ്മൾ ഇന്നിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നേരത്തെ കഴുകി വച്ചിട്ടുള്ള പൊടിയരി ഈ ചൂടായ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ പാത്രം അടച്ചു വച്ച് അരി വേവിക്കുക. ഇവിടെ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഔഷധ കഞ്ഞിക്കൂട്ടിൽ 12 പ്രധാന ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത്. ഉലുവ, ഇടിഞ്ഞൽ, മല്ലി, കടുക്, ഇല്ലംകെട്ടി, കക്കുങ്കായ്, കുറുന്തോട്ടിവേര്, ജീരകം, പുഷ്കരമൂലം, ആശാളി, പുത്തിരിച്ചുണ്ടവേര്, മഞ്ഞൾ. അരി പകുതി വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഔഷധക്കഞ്ഞിക്കൂട്ട് ഇതിലേക്ക് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ ഔഷധക്കഞ്ഞിക്കൂട്ടാണ്. അതായത് ഒരു മുതിർന്ന ആൾക്ക് കഴിക്കുവാനുള്ള കഞ്ഞിയിൽ
ഒരു നേരം അല്ലെങ്കിൽ ഒരു ദിവസം കഴിക്കുവാനായിട്ട് നിർദ്ദേശിച്ചിട്ടുള്ളത് 1 ടീസ്പൂൺ ഔഷധ കഞ്ഞിക്കൂട്ടാണ്. അപ്പോൾ പകുതി വെന്ത കഞ്ഞിയിലേക്ക് 1 ടീസ്പൂൺ ഔഷധ കഞ്ഞിക്കൂട്ട് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും അത് അടച്ചു വെച്ച് വേവിക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്നു നോക്കിയപ്പോൾ അത് നല്ലോണം ആവശ്യത്തിനുള്ള വേവൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ആവശ്യത്തിന് വേവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഔഷധ കഞ്ഞി, കർക്കിടക കഞ്ഞി താളിക്കുവാനായിട്ട് നമ്മൾ നെയ്യിലാണ് സാധനങ്ങൾ മൂപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ നെയ്യ് എടുത്തു, അതിലേക്ക് കരിവേപ്പില, ചെറിയ ഉള്ളി, പിന്നെ കടുക്, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. താളിക്കാനായി തയ്യാറാക്കിയിട്ടുള്ള ഈ മൂപ്പിച്ചെടുത്തിട്ടുള്ള ഈ സാധനങ്ങൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള കഞ്ഞിയിലേക്കിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ഉപയോഗിക്കാനുള്ള കർക്കിടക കഞ്ഞി അല്ലെങ്കിൽ ഔഷധ കഞ്ഞി തയ്യാറായിട്ടുണ്ട്. വലിയ ഒരു മുതിർന്ന ആൾക്ക് കഴിക്കാനുള്ള ഔഷധ കഞ്ഞി റെസിപ്പി അല്ലെങ്കിൽ കർക്കിടക കഞ്ഞി റെസിപ്പിയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. ഈ ഔഷധക്കഞ്ഞി തന്നെ നമുക്ക് നേരിട്ട് പച്ചമരുന്ന് ഉപയോഗിച്ച് വീട്ടിലുണ്ടാക്കിയെടുക്കാം. പക്ഷെ നമുക്ക് പച്ചമരുന്നുകൾ കിട്ടാനുള്ള പ്രയാസവും അതുപോലെ തന്നെ അവ ഏത് ക്വാണ്ടിറ്റിയിലാണ് ചേർക്കേണ്ടത് എന്നറിയാനുള്ള വിഷമവും ഒക്കെ കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ഒരു ബ്രാൻഡിൽപ്പെട്ട മിഡാസിൻ്റെ ഔഷധക്കഞ്ഞിക്കൂട്ട് ഉപയോഗിച്ച് നമ്മളിവിടെ കർക്കിടക കഞ്ഞി തയ്യാറാക്കിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരാൾ തുടർച്ചയായി 21 ദിവസമോ ഏറ്റവും കുറഞ്ഞത് 15 ദിവസമെങ്കിലും ഇങ്ങനെ അടുപ്പിച്ച് ഔഷധക്കഞ്ഞി ഉണ്ടാക്കി കുടിക്കുമ്പോഴാണ് അതിൻ്റെ ഗുണം മുഴുവനായിട്ടും ലഭിക്കുക. സാധാരണ കർക്കിടക കഞ്ഞി ഔഷധക്കഞ്ഞി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പലരും എനിക്കത് അറിയില്ല എന്ന് പറഞ്ഞ് അത് ഉപയോഗിക്കാതിരിക്കുക അല്ലെങ്കിൽ ഔഷധക്കഞ്ഞി കഴിക്കാതിരിക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഈ ഔഷധക്കഞ്ഞിക്കൂട്ട് മേടിക്കുകയാണെങ്കിൽ, അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ, നിങ്ങൾ കണ്ടു കഴിഞ്ഞു എത്ര എളുപ്പത്തിലാണ് നമ്മൾ ഈ ഔഷധക്കഞ്ഞി അല്ലെങ്കിൽ കർക്കിടക കഞ്ഞി ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും നമ്മൾ ഈ വരുന്ന കർക്കിടക മാസത്തിൽ ഈ ആയുർവേദ വിധി പ്രകാരമുള്ള കർക്കിടക കഞ്ഞി ഒരു ശീലമാക്കുക, നല്ല ആരോഗ്യം നേടുക. താഴെ കാണിച്ചിട്ടുള്ള നമ്പറുകളിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കഞ്ഞിക്കൂട്ട് ലഭിക്കുന്നതാണ്. എന്താണ് കഞ്ഞിക്കൂട്ടെന്നും എന്തൊക്കെ ചേർന്നതാണ് കഞ്ഞിക്കൂട്ടെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് ഔഷധക്കഞ്ഞി ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ കർക്കിടക ഔഷധക്കഞ്ഞി ഉണ്ടാക്കുന്നത് എന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണകരമായി എന്ന് ഞങ്ങൾ കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി തുറന്നെഴുതുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കാണുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നവരെയും ബൈ.